തിരുവനന്തപുരം മംഗലപുരത്ത് തട്ടുകട ഉടമയെ ആക്രമിച്ചു എന്നുള്ള കേസിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ നിരപരാധിയെന്ന് പരാതിക്കാരൻ തന്നെ പറയുകയാണ്. നടപടി നേരിട്ട കേരള പോലീസ് അസോസിയേഷൻ നേതാവായ അപ്പുവിന്റെ പേര് തന്റെ പരാതിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പു തന്നെ ആക്രമിച്ചിട്ടില്ല എന്ന് കാട്ടി എസ്.പിക്കും ഡിവൈഎസ്പിക്കും മൊഴി നൽകിയതായും തട്ടുകട ഉടമ ഷിബു പറഞ്ഞു. കഴിഞ്ഞ 18-ാം തീയതിയാണ് പള്ളിപ്പുറത്ത് തട്ടുകട നടത്തുകയായിരുന്ന ഷിബുവിനെ ഒരു സംഘം ആക്രമിച്ചത്. കഴിഞ്ഞ മെയ് 18-ാം തീയതി രാത്രി ഉദ്ദേശിച്ച് 2:30 മണിയോടുകൂടി കണിയാരത്തുള്ള ഷായി എന്ന് പറഞ്ഞ പയ്യനും വേറൊരു ആളും കൂടെ കാറിൽ വന്നു. കാറിലുണ്ടായിരുന്ന ആളെന്ന് അറിയില്ലായിരുന്നു. ആദ്യം ഷായി ഇറങ്ങി സിഗരറ്റ് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ സിഗരറ്റ് വലിക്കാൻ കൊടുത്തു. വലിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ ഷിയാസ്, അതായത് ക്യാപിറ്റൽ മന്തിയുടെ ഓണർ, വന്ന് എന്നെ പിടിച്ച് മാറ്റി ആ കടയിൽ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ഇരുട്ടത്തോട്ട് കൊണ്ടുപോയിട്ട് പണ്ട് നീ എന്നെ എന്തിനാ ചീത്ത വിളിച്ചത്, അടിച്ചത് എന്തൊക്കെ ചോദിച്ചു. ഞാൻ പറയും ഇത്ര വർഷമായി ഇപ്പോഴാണ് ചോദിക്കുന്നത് വെച്ചു. അപ്പം അങ്ങനെ ചോദിച്ചെന്ന് മുഖത്തടിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. ശരിക്കും എന്നെ കുറേ നേരം മർദ്ദിച്ചു. അപ്പം എന്ന് പറയുന്ന വ്യക്തി എന്നെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കടയിൽ വന്നിട്ടില്ല. ഞാൻ ബഹുമാനപ്പെട്ട SP അദ്ദേഹത്തിൻ്റെ അടുത്തും ബഹുമാനപ്പെട്ട DSP അദ്ദേഹത്തിൻ്റെ അടുത്തും ഞാൻ അതിനെക്കുറിച്ച് മൊഴി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ്റെ അനിയൻ്റെ മോനാണ് കണ്ടത്. അവന് നേരത്തെ അറിയാം. സാറ് ഈ മംഗലാപുരം സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ സാറിന് അറിയാം. അപ്പം രണ്ടാമത്തെ കാറെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി ഈ ആക്രമണം നടക്കുന്നത് കൊണ്ട് ഒരാൾ എന്നെ അറിയാമെന്നുള്ള നിസ്സാം പിടിച്ചിറക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അവരിനി ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവനാണ് പോലീസോട് പറഞ്ഞത് അപ്പോൾ സാർ മറ്റേ രണ്ടാമത്തെ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഒരുമിച്ച് വന്നതൊന്നുമല്ല. എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി അപ്പോൾ സാർ വന്നിട്ടുമല്ല. എന്നെ ആക്രമിച്ചത് 2 പേരാണ്. പിന്നെ കണ്ടറിയാവുന്ന 2 പേരെ വേണ്ടി 3 പേരെന്നാണ് ഞാൻ എൻ്റെ പരാതി കൊടുത്തിരുന്നത്. ആഷിൻ ഡിയോഗോ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആഷിൻ, അപ്പോൾ ഈ പരാതിക്കാരന് ഈ അപ്പുവിനെ കുറിച്ച് യാതൊരു പരാതിയുമില്ല, കൊടുത്ത പരാതിയിൽ ഇയാളുടെ പേരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടായത്? ഇപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു ട്വിസ്റ്റ്? കഴിഞ്ഞ 18-ാം തീയതി രാത്രി 2 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഷിബു പള്ളിപ്പുറത്തിന് സമീപം CRPFന്റെ ഗ്രൗണ്ടിന് സമീപത്താണ് ഈ ഒരു തട്ടുകട പ്രവർത്തിപ്പിക്കുന്നത്. ഇവിടെ ഈ രാത്രി 2 മണിയോട് കൂടി തന്നെ ഒരു സംഘം കാറിലെത്തുകയും പിന്നീട് ഈ ഷിബുവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അത് മർദ്ദനത്തിലേക്ക് എത്തുകയുമായിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവം ഇവർ മുമ്പ് സഹപാഠികളാണ് ഈ പ്രതികളും എന്നുള്ളതാണ്. ഇവർ നേരത്തെ ഈ ഷിബു പഠിച്ചിരുന്ന കോളേജിലാണ് പഠിച്ചിരുന്നത്. കോളേജ് സമയത്തെ തർക്കമാണ് 20 വർഷത്തിന് ശേഷം ഇവർ ഈ പള്ളിപ്പുറത്ത് വെച്ച് കണ്ടപ്പോൾ തീർത്തത് എന്നുള്ളതാണ്. ഇതിൽ പിന്നാലെ മറ്റൊരു കാറിലാണ് ഈ 2 പേർ, അതായത് ഇപ്പോൾ ഈ നടപടി നേരിടേണ്ടി വന്ന പോലീസ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ റൂറൽ സെക്രട്ടറി ആയ അപ്പുവും മറ്റൊരു നിസാമും കൂടി അവിടേക്ക് എത്തുന്നത്. ഈ നിസാമിന്റെ വണ്ടിയിലാണ് ഈ അപ്പു ഉണ്ടായിരുന്നത്. ഈ സമയം നിസാം പുറത്തേക്ക് ഇറങ്ങി ഈ ഷിബുവിനെ സഹായിക്കുകയാണ്. ഈ ഷിബുവിനെ സഹായിച്ച ശേഷം ഇവർ 2 പേരും അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പിന്നീട് ഈ പരാതി പെട്ട സമയത്ത് ഈ അപ്പുവിന്റെ പരാതിയിൽ അപ്പുവിന്റെ പേര് കൂടി പരാതിയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയടക്കം സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് പിന്നാലെയാണ് തന്റെ പരാതിയിൽ ഈ അപ്പുവിന്റെ പേര് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഈ ഷിബു വെളിപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ കാറിലെത്തിയ 2 പേരാണ് തന്നെ ആക്രമിച്ചിട്ടുള്ളത്. അവരുടെ പേരടക്കം അയാൾ പറയുന്നത്. മാത്രമല്ല ഈ ആക്രമണത്തിൽ തന്റെ കാര്യത്തിലുണ്ടായിരുന്ന പ്ലാറ്റിനത്തിന്റെ മാല, ഏതാണ്ട് 40,000 രൂപ വിലയുള്ള പ്ലാറ്റിനം മാലയടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണെന്ന് കടയിൽ വരുത്തി വെച്ചത് എന്നുള്ളതാണ്. അതിൽ ഈ അപ്പുവും സംഘവും ഉണ്ടായിരുന്നില്ല. അപ്പുവും സംഘവും തന്നെ സഹായിക്കുകയാണ് ചെയ്തത്. പക്ഷെ എന്തിനാണ് FIR-ൽ പേരിട്ടത് എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഈ FIR-ൽ 4 പ്രതികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിലാണ് ഈ അപ്പുവിന്റെ പേര് കൂടി 5-ാം പ്രതിയായി ഇതിൽ ചേർക്കപ്പെടുന്നതും നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അപ്പുവിനതിൽ പങ്കില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ തന്നെ പറയുന്നത്. ശരി, അപ്പോൾ ഇനി സസ്പെൻഷൻ നടപടിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്ത് ഇടപെടൽ ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.